നമസ്കാരം. SLC ഫിസിക്സ് പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. When electricity is transported from a power station to distant locations through transmission lines, energy is lost as heat. നമുക്കറിയാമല്ലേ, പവർ സ്റ്റേഷനിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ദൂര സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്മിഷൻ ലൈൻസ് വഴി വിടുന്നുണ്ട്. അപ്പൊ എന്താണ്, ഹീറ്റിന്റെ രൂപത്തിൽ എനർജി നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഹൗ ക്യാൻ ദിസ് എനർജി ലോസ് ബി മിനിമൈസ്ഡ്? എങ്ങനെയാണ് ഈ എനർജി ലോസിനെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ സാധിക്കുന്നത്? എങ്ങനെയാണ്? ലോ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റൽസ് ഉപയോഗിക്കാം ഇല്ലേ. കൂടാതെ എങ്ങനെയാണ് ലോ റെസിസ്റ്റിവിറ്റി മെറ്റൽസ്, അതുപോലെ തന്നെ നമ്മൾ വോൾട്ടേജ് കൂട്ടുകയും അതുപോലെ തന്നെ കറന്റ് കുറയ്ക്കുകയും ഒക്കെ ചെയ്യും വിത്തൗട്ട് ചേഞ്ചിങ് ദ പവർ അല്ലെ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഈ ട്രാൻസ്മിഷൻ ലോസിനെ മിനിമൈസ് ചെയ്യാൻ സാധിക്കും. Then, which device helps in varying voltage without loss of power? അല്ലെ, പവർ നഷ്ടമില്ലാതെ ഇല്ലേ എങ്ങനെയാണ് വോൾട്ടേജിനെ വേരി ചെയ്യുന്നത്? ഏത് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ്? ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്താണ് പവർ ലോസ് ഒന്നും ഇല്ലാതെ വോൾട്ടേജിനെ വേരി ചെയ്യുന്നത്. Then explain the working principle of this device. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലെ. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കുക. യൂസ് സ്യൂട്ടബിൾ മെറ്റൽ വയർ വിത്ത് ലോ റെസിസ്റ്റിവിറ്റി, അതുപോലെ തന്നെ ഇൻക്രീസ് വോൾട്ടേജ് ആൻഡ് ഡിക്രീസ് കറന്റ് വിത്തൗട്ട് ചേഞ്ചിങ് പവർ. ദെൻ ട്രാൻസ്ഫോമർ ഡിവൈസ്, ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ ട്രാൻസ്ഫോമർ ഹാസ് 200 ടേൺസ് ഇൻ ഇറ്റ്സ് പ്രൈമറി ആൻഡ് 800 ടേൺസ് ഇൻ സെക്കൻഡറി. ഇഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് 220 വോൾട്ട്. മനസ്സിലായല്ലോ, ട്രാൻസ്ഫോമർ ആണ്. 200 ടേൺസ് പ്രൈമറിയിലുണ്ട്, സെക്കൻഡറിയിൽ എത്രയാണ്? 800 ടേൺസ്. അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എന്ന് പറഞ്ഞിരിക്കുന്നത് 200 ആണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 800 ആണ്. ഇനി ഇൻപുട്ട് വോൾട്ടേജ്, അതായത് പ്രൈമറിയിലത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 220 വോൾട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ എന്നും ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. നമുക്ക് ആദ്യം എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ എഴുതുക കേട്ടോ. ഏതാണ് ഇക്വേഷൻ? VS by VP ഇല്ലേ. VS by VP is equal to NS by NP. ഇതാണ് ട്രാൻസ്ഫോമർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിലെ നമുക്ക് VS ആണ് കണ്ടുപിടിക്കേണ്ടത്. ഔട്ട്പുട്ട് വോൾട്ടേജില് VS അല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ നിങ്ങൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതുക. എന്നിട്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടത് അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഇക്വേഷൻ എഴുതുക. ഇക്വേഷന് മാർക്കുണ്ട്. ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ. VS ഈസ് ഈക്വൽ ടു VSലേക്ക് നമുക്ക് മാറ്റാം. VS ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? VP NS ഡിവൈഡ് ബൈ NP. സബ്സ്റ്റിറ്റ്യൂഷന് മാർക്കുണ്ട് കേട്ടോ. VP എങ്ങനെയാണ്? VP എന്ന് പറഞ്ഞിരിക്കുന്നത് 220 ആണ് അല്ലെ. 220 ആണ്. NS എന്ന് പറഞ്ഞിരിക്കുന്നത് 800 ആണ്. ഡിവൈഡഡ് ബൈ NP എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 200 ആണ് കേട്ടോ. ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ പോയി ഇവിടെ എത്രയാണ്? 4 വരും. 220 into 4 എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 880 എന്ന് വരും അല്ലേ. 880 വോൾട്ട്. അതായത് സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് എത്രയാണ്? 880 വോൾട്ട് എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത്? ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ടേൺസ് വെച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വോൾട്ടേജ് വെച്ച് കണ്ടുപിടിക്കാം അല്ലെ. ഇപ്പൊ വോൾട്ടേജിന്റെ കേസ് പറയുകയാണെങ്കിൽ ഏത് വോൾട്ടേജ് ആണ് കൂടുതൽ? VS അല്ലേ കൂടുതൽ. VS ഈസ് ഗ്രേറ്റർ ദാൻ VP അല്ലേ. അപ്പൊ നമുക്ക് ഏത് പറയാം? സെക്കൻഡറിയിലത്തെ വോൾട്ടേജ് കൂടുവാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് അല്ലെ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. മനസ്സിലായല്ലോ. അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസും വെച്ച് പറയാം അല്ലെ. നമ്പർ ഓഫ് ടേൺസ് ഇവിടെ ഏതിനാണ് കൂടുതൽ? സെക്കൻഡറിയിലാണ് കൂടുതൽ ഇല്ലേ. സെക്കൻഡറിയിലാണ് നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ, പ്രൈമറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. അപ്പൊ ആ ബേസിൽ നമുക്ക് പറയാൻ സാധിക്കും ഇത് ഏത് തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. ഒബ്സർവ് ദ സർക്യൂട്ട്സ് കണ്ടെയ്നിങ് അലൂമിനിയം ആൻഡ് നിക്രോം വയർ കേട്ടോ. സർക്യൂട്ട്സ് ആണ്. ഇവിടെ അലൂമിനിയം ഉണ്ട്, നിക്രോമും ഉണ്ട് കേട്ടോ. അലൂമിനിയം നിക്രോമും ഫസ്റ്റ് ഫിഗറിൽ എങ്ങനെയാണ്? പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഫിഗറിൽ എങ്ങനെയാണ്? സീരീസ് ആയിട്ടും കണക്ട് ചെയ്തിരിക്കുന്നു. മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ നോക്കുക. ഈ സ്വിച്ച്ഡ് ഓൺ വിച്ച് വയർ ഇൻ ദ ഫിഗർ 1 ജനറേറ്റ്സ് മോർ ഹീറ്റ്? വൈ? ഫിഗർ 1 ഇതാണ്. ഫിഗർ 1 നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഏതായിരിക്കും കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്? അതിന്റെ റീസൺ എന്തെന്നും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാമല്ലോ. സ്വിച്ച് ഓൺ ചെയ്ത് ഇവിടെ നിക്രോമും എന്താണ് അലൂമിനിയം ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അതെങ്ങനെയാണ്? ഇവിടെ പാരലൽ ആണല്ലേ. ഇവിടെ എങ്ങനെയാണ്? പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നോക്കുക കേട്ടോ. പാരലൽ കണക്ഷൻ ആണ്.
അപ്പൊ എന്താണ് മോർ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് ലോ റെസിസ്റ്റൻസ് ആയിട്ടുള്ള വയറിൽ കൂടെ ഫ്ലോ ചെയ്യും കേട്ടോ. വയറിൽ കൂടി ആയിരിക്കും കൂടുതലായിട്ടുള്ള ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത്. ഇവിടെ ലോ റെസിസ്റ്റൻസ് ഏതിനാണ്? അലൂമിനിയത്തിനാണോ നിക്രോമിനാണോ? അലൂമിനിയത്തിനാണോ കേട്ടോ. അലൂമിനിയത്തിന് എങ്ങനെയാണ്? ലോ റെസിസ്റ്റൻസ് ആണ്. നിക്രോമിനെ അപേക്ഷിച്ച് റെസിസ്റ്റൻസ് കുറവാർക്കാണ്? അലൂമിനിയത്തിലാണ്. അപ്പൊ അലൂമിനിയത്തിലൂടെ എങ്ങനെയാണ് കൂടുതൽ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യും. മനസ്സിലാവുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അലൂമിനിയം എന്താണ്? കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആരാണ് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അലൂമിനിയം ആണ്. റീസൺ മനസ്സിലായല്ലോ. ഇത് പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലൽ കോമ്പിനേഷന്റെ പ്രത്യേകത എങ്ങനെയാണ്? കറന്റ് ഡിഫറെന്റ് അല്ലേ. ഇവിടെ വരുമ്പോൾ കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. ഇങ്ങോട്ടൊരു കറണ്ട് ഇങ്ങോട്ടൊരു കറണ്ട് ഇല്ലേ. കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. അപ്പൊ എന്താണ്? കൂടുതൽ കറണ്ട് ലോ റെസിസ്റ്റൻസ് ഉള്ള ആ കണ്ടക്ടറിൽ കൂടി ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അതായത് ഈ അലുമിനിയത്തിൽ കൂടെ ഫ്ലോ ചെയ്യും. അപ്പൊ അലുമിനിയം എങ്ങനെയാണ്? കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് വിച്ച് വയർ ഇൻ ദ ഫിഗർ 2 ആണ് കേട്ടോ. വിച്ച് വയർ ഇൻ ദ ഫിഗർ 2 ജനറേറ്റ്സ് മോർ ഹീറ്റ്? വൈ? ഇതിലെ ഏതാണ് മോർ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന റീസൺ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് നോക്കുക. അലൂമിനിയവും നിക്രോമും എങ്ങനെയാണ്? സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പൊ എങ്ങനെയാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കറന്റ് എങ്ങനെയാണ്? കറന്റ് ഇവിടെ സെയിം ആണ്. രണ്ടിൽ കൂടെയും കറന്റ് സെയിം ആയിട്ടാണ് പോകുന്നത്. ഇവിടെ റെസിസ്റ്റൻസ് കൂടുതൽ ആർക്കാണ്? നിക്രോമിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. അലൂമിനിയത്തിന് നമുക്കറിയാം റെസിസ്റ്റൻസ് കുറവാണ്. മനസ്സിലാവുന്നല്ലോ. അപ്പൊ കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള ഏതിനാണോ അതായിരിക്കും കൂടുതലായിട്ടും ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞത്. കാരണം H is equal to I square RT വെച്ചിട്ട് ഇല്ലേ. കറണ്ട് സെയിം ആണ്, പക്ഷെ റെസിസ്റ്റൻസ് ഏതിനാണ് കൂടുതൽ? നിക്രോമിനാണ് കൂടുതൽ. അപ്പൊ നിക്രോം ആയിരിക്കും അവിടെ കൂടുതലായിട്ടും ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ രണ്ടും കോമ്പിനേഷൻ ഏത് രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് മോർ ഹീറ്റ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ കേസിൽ എന്താണ്? അലൂമിനിയം ആണെന്ന് പറഞ്ഞു. അതിന് കാരണം വയേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ആണ്. More electricity flows through the low resistance aluminum and more heat is generated. Then രണ്ടാമത്തെ കേസിൽ ഫിഗർ 2 ഏതാണ്? നിക്രോം ആണ്. റീസൺ എന്താണ്? they are connected in series. The same electricity flows through the wires. Nichrome has higher resistance and therefore more heat is generated. The next question. In a house, a 1200 watt air conditioner operates for 5 hours. An electric iron of 500 watt for an hour, 10 LED bulbs for 9 watt for 10 hours and a grinder of 400 watt for an hour. What is the amount of electric energy consumed in a day? ഒരു ദിവസം കേട്ടോ. ഇത്ര ഡിവൈസുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം എന്തുമാത്രം ഇലക്ട്രിക് എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം അല്ലെ. എങ്ങനെയാണ് ഇലക്ട്രിക് എനർജി കൺസംപ്ഷൻ ഇക്വേഷൻ അല്ലെ. എന്താണ് പറയുന്നത്? പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവർ അല്ലെ. ടൈം ഇൻ അവർ ഡിവൈഡ് ബൈ 1000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ കാര്യം നമ്മൾ നോക്കിച്ചാൽ മതി. ഒരു ദിവസത്തിൽ എത്ര ഡിവൈസുകളുണ്ട്, അതും എന്തുമാത്രം ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ കണ്ടുപിടിക്കുക. ആദ്യം എന്താണ്? എയർ കണ്ടീഷണറിന്റെ കേസ് നോക്കാം കേട്ടോ. എയർ കണ്ടീഷണർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ആദ്യത്തെ നമ്മൾ എയർ കണ്ടീഷണറിനെ നോക്കാം. എയർ കണ്ടീഷണർ എങ്ങനെയാണ്? പവർ എത്രയാണ്? 1200 അല്ലെ. 1200 ആണ്. അത് ഒരെണ്ണമാണ് അല്ലെ. അത് എത്ര മണിക്കൂർ? 5 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ. ദെൻ ചെയ്യുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ക്യാൻസൽ ചെയ്യാം. എന്താ ഇവിടെ നോക്കുക. ഇവിടെ 2 വരും. ദെൻ ഇവിടെ എത്രയാണ്? 6. അപ്പൊ എയർ കണ്ടീഷൻ എത്രയാണ്? 6 യൂണിറ്റ്. 6 യൂണിറ്റ് അല്ലെങ്കിൽ 6 kWh ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത ഏതാണ് പറഞ്ഞിരിക്കുന്നത്? അയൺ ബോക്സ് ഇല്ലേ. ഇലക്ട്രിക് അയൺ അല്ലെ. അയൺ ബോക്സ് ആണ്. അയൺ ബോക്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഒരു അയൺ ബോക്സ് ആണുള്ളത്. അത് 500 വാട്ട് ആണ്. 500 വാട്ട് ആണ്. 1 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത് ഇല്ലേ. അപ്പൊ എത്രയാണ്? ഡിവൈഡ് ബൈ 1000. ഇതൊന്നും പോയി. ഇവിടെ എത്രയാണ്? 2 വരും. 1/2 എന്ന് വരുമ്പോൾ എത്രയാണ്? 0.5 അല്ലേ. 0.5 യൂണിറ്റ് അല്ലെങ്കിൽ 0.5 kWh. ഇനി അടുത്ത ഏതാണ്? ബൾബാണല്ലേ. LED ആണ്. LED എത്രയാണ്? 10 ബൾബാണ്. 10 ബൾബ് 9 വാട്ടിനെയാണ്. 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡിവൈഡ് ബൈ 1000 ചെയ്യുക. ഇവിടെ ഒരു 0 പോയി. ഇവിടെ ഒരു 0 ഇവിടെ പോയി. പിന്നെ 9/10 എന്ന് വരും. അപ്പൊ എത്രയാണ്? 9/10 എന്ന് വരും. അതായത് 0.9 യൂണിറ്റ് അല്ലെങ്കിൽ 0.9 kWh. ഇനി എന്താണ് പറയുന്നത്? ഒരു ഗ്രൈൻഡർ ഉണ്ടല്ലോ. ഒരു ഗ്രൈൻഡറിന്റെ കാര്യം പറയുന്നുണ്ട്. ഗ്രൈൻഡർ എത്രയാണ്? ഒരെണ്ണമാണ്. 400 വാട്ട് ആണ്. അത് 1 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട് ഇല്ലേ. ഡിവൈഡഡ് ബൈ 1000. ക്യാൻസൽ ചെയ്യുക. അവിടെ 2 0 പോയി. ഇത് പോയി. ഇവിടെ എത്രയാണ് വരുന്നത്? 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുക അല്ലേ. 2 4. പിന്നെ എത്ര? 2 10 2/5 വരും. അപ്പൊ എത്രയാണ് വരുന്നത്? 0.4 യൂണിറ്റ് എന്ന് വരും
കേട്ടോ, 0.4 യൂണിറ്റ്. അപ്പം ഒരു ദിവസത്തിലെ എനർജി കൺസപ്ഷൻ, അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ടോട്ടൽ അല്ലെ, ടോട്ടൽ എനർജി കൺസപ്ഷൻ ഇൻ 1 ഡേ ഇല്ലേ, ഒരു ദിവസത്തെ എല്ലാം കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ പോരെ. അപ്പൊ എത്രയാണ്, 6 പ്ലസ് 0.5 പ്ലസ് 0.9 പ്ലസ് 0.4. ഇതെല്ലാം കൊണ്ട് ടോട്ടൽ എത്രയാണ് വരുന്നത്, 7.8 യൂണിറ്റ് എന്ന് വരും ഇല്ലേ. 7.8 യൂണിറ്റ് ആണ് ഒരു ദിവസം. ഇനി എന്താണ്, ഇഫ് ദ അപ്ലയൻസസ് ഓപ്പറേറ്റ് ഇൻ ദ സെയിം മാനർ കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് ചാർജ് ഫോർ ദ മന്ത് ഓഫ് സെപ്റ്റംബർ അറ്റ് ദ റേറ്റ് ഓഫ് 6.75 പെർ യൂണിറ്റ്. അതായത് ഒരു മാസം ഉപയോഗിക്കുന്നുണ്ട്, അപ്പൊ 6.75 വെച്ച് വരുവാണെന്നുണ്ടെങ്കിൽ എത്രയാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ടോട്ടൽ യൂണിറ്റ്സ്, ഒരു മാസത്തിലെ ടോട്ടൽ യൂണിറ്റ്സ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ 7.8 ഇൻറ്റു ഒരു മാസം നമ്മൾ 30 ആയിട്ട് എടുക്കുക കേട്ടോ. അപ്പൊ എത്രയാണ് വരുന്നത്, 234 എന്ന് വരും കേട്ടോ. 234 യൂണിറ്റ്സ് ആണ് ഒരു മാസം ഉപയോഗിക്കുന്നത്. പിന്നെ അതിന്റെ കോസ്റ്റ് കണ്ടുപിടിച്ചാൽ പോരെ, കോസ്റ്റ് എത്രയാണ്, 234 ഇൻറ്റു റേറ്റ് 6.75 വെച്ച് ചെയ്യുക കേട്ടോ. അപ്പൊ എത്രയാണ് ആൻസർ വരുന്നത്, 1579 എന്ന് വരും കേട്ടോ. 1579.5 അത്രയും റുപ്പീസ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ അത്രയുമാണ് കോസ്റ്റ് വരുന്നത്, മനസ്സിലല്ലോ. അപ്പം റുപ്പീസിലേക്ക് നമ്മൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ എത്ര വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1579.5 കേട്ടോ. അത്രയാണ് ഒരു മാസത്തിലെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരം ഒരു പ്രോബ്ലം ചോദിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇക്വേഷൻ കേട്ടോ, ഇലക്ട്രിക് എനർജി കൺസപ്ഷൻ ഇക്വേഷൻ എഴുതിയിരിക്കണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എല്ലാം കൂടെ ആഡ് ചെയ്യുക, പിന്നെ പെർ കോസ്റ്റ് അല്ലേ അതും ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചിത്രമാണ്. അപ്പം എന്തായാലും ഈ ഒരു ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും, ഷുവർ ആണ് കേട്ടോ. അത് നിങ്ങൾ പഠിച്ചിരിക്കുക. അല്ലെങ്കിൽ ഇതേ ഫോർമാറ്റിലുള്ള ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളുമായിട്ട് അല്ലെങ്കിൽ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. മിക്കപ്പോഴും ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. നോക്കാം. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ് ത്രൂ ദ കണ്ടക്ടർ എ ബി വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ? സ്വിച്ച് ടേൺ ഓൺ ചെയ്ത് കഴിയുമ്പോൾ എ ബി ആണ് കണ്ടക്ടർ, അതിലൂടെയുള്ള ഇലക്ട്രിക്കിന്റെ ഡയറക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, ഇതാണ് പോസിറ്റീവ്. അപ്പൊ കറണ്ട് എങ്ങനെയാണ് പോകുന്നത്, ഇതുവഴി വന്നിട്ട് ഇതുവഴി പോകും. അതായത് എങ്ങനെയാണ്, A to B ആയിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ. ഇനി ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ കണ്ടക്ടർ മൂവ് വെൻ കറന്റ് ഫ്ലോസ് ടു ദ കണ്ടക്ടർ എ ബി? അതായത് എ ബിയിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനിലായിരിക്കും കണ്ടക്ടർ മൂവ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത് ആണ്. അപ്പൊ എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, കൈ വെച്ച് നോക്കുക കേട്ടോ. അപ്പൊ എങ്ങോട്ടാണ്, ടുവാർഡ്സ് ക്യൂ കേട്ടോ, ടുവാർഡ്സ് ക്യൂവിലേക്കായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ദ ലോ ദാറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ. ഏത് ലോ ആണ്, ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള്. ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള് സ്റ്റേറ്റ് ചെയ്യുക. ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ സ്റ്റേറ്റ് ചെയ്യണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഇതാണ്, സ്ട്രെച്ച് ദ തമ്പ്, ഫോർ ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ ഓഫ് യുവർ ലെഫ്റ്റ് ഹാൻഡ് സോ ദാറ്റ് ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഫോർ ഫിംഗർ അല്ലെ, ഫോർ ഫിംഗറിന് എങ്ങനെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്, മിഡിൽ ഫിംഗർ ഡയറക്ഷൻ ഓഫ് കറന്റ് ആണ്, തമ്പ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ്. അപ്പൊ ലോ അതേപോലെ തന്നെ സ്റ്റേറ്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇതാണ് ഒരു കണ്ടക്ടർ ആണ്, ഒരു സർക്കുലർ ഷേപ്പിലുള്ള കണ്ടക്ടർ ആണ്. ദെൻ ബാറ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു സെല്ലാണ് കൊടുത്തിരിക്കുന്നത്, സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ സ്വിച്ച് ഓൺ ചെയ്യുവാണ്. In which direction does the current flow in the current that faces you when the switch is turned on? കേട്ടോ, സ്വിച്ച് ടേൺ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഏത് ഡയറക്ഷനിലാണ് കറന്റ് ഫ്ലോ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ കറന്റ് ഡയറക്ഷൻ എങ്ങനെയാണ്, ഇങ്ങനെയാണ് വരുന്നത്. അതായത് എയിൽ കൂടെ എങ്ങനെയാണ്, ഇങ്ങനെ പോകും അല്ലെ, അപ്വേർഡ് ഡയറക്ഷനിലും, ബിയിൽ വരുമ്പോൾ എങ്ങനെയാണ്, ഡൗൺവേർഡ് ഡയറക്ഷനിലും. എന്നിട്ട് ഇങ്ങനെയാണല്ലോ വരുന്നത്. അപ്പൊ ഏത് ഡയറക്ഷനിലാണ് കറന്റ് ഫ്ലോ ചെയ്യുന്നത്, ആന്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണോ കറന്റ് ഫ്ലോ ചെയ്യുന്നത്? നമ്മളെ ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനെ അല്ലേ. അതായത് എങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറന്റ് ഫ്ലോ ചെയ്യുന്നത്. then അതിന്റെ ബി പാർട്ട് ഉണ്ട്. In this case, one student said that the direction of the flux lines, direction of flux lines into the coil. അപ്പൊ ഈ ഒരു കേസിൽ കുട്ടി പറയാണ് ഫ്ലക്സ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻടു ദ കോയിലേക്ക് ആയിരിക്കും എന്ന് പറയുന്നത്. ആർ യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്, ജസ്റ്റ് യുവർ ആൻസർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്ലക്സ് ലൈൻസ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ തമ്പ് റൂൾ ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പൊ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. അപ്പൊ കറന്റ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ കൈ വെക്കേണ്ടത്, തമ്പ് വെക്കേണ്ട ഡയറക്ഷനിലേക്ക്, കറന്റ് ഡയറക്ഷനിലേക്കാണ് ബാക്കി വിരലുകൾ. അപ്പൊ ഇങ്ങനെയായിരിക്കും ഇല്ലേ, ബാക്കി വിരലുകൾ അപ്പൊ എങ്ങനെയായിരിക്കും, അതായത് നമ്മുടെ ഫ്ലക്സ് ലൈൻസിനെയാണ്, അതെങ്ങനെയാണ്, ഇൻടു ദ കോയിലാണ് ഇല്ല, ഇൻടു ദ കോയിലാണ്. അല്ലെങ്കിൽ കറന്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് ലൈൻസ് എങ്ങനെയായിരിക്കും, ഇൻടു ദ കോയിലായിരിക്കും. അപ്പൊ എന്ത് പറയാം, എഗ്രി ചെയ്യുന്നു. ഇത് കറക്റ്റ് ആണ്. ആ കുട്ടി പറഞ്ഞത് എങ്ങനെയാണ്, എഗ്രി ചെയ്യുന്നു കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കറന്റ് ഇൻടു ദ കോയിൽ ഈസ് ക്ലോക്ക് വൈസ്, ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലക്സ് ലൈൻസ് വിൽ ബി ഇൻടു ദ
കോയിൽ. അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് ലൈൻസ് എങ്ങനെയായിരിക്കും? ഇൻടു ദ കോയിൽ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when an object is 50 centimeter away from the eye, a clear image is formed on the retina, which is 3 centimeter behind the lens of the eye. ഏതൊരു ഒബ്ജക്റ്റ് 50 സെന്റിമീറ്റർ കണ്ണിൽ നിന്നും 50 സെന്റിമീറ്റർ മാറിയാണ് ഇരിക്കുന്നത്. അപ്പം റെറ്റിനയിൽ ക്ലിയർ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 3 സെന്റിമീറ്റർ ബിഹൈൻഡ് ദ ലെൻസ് ഓഫ് ദി ഐ. കണ്ണിന്റെ ലെൻസ് ഉണ്ടല്ലോ, ലെൻസിന്റെ ബാക്കിലായിട്ട് 3 സെന്റിമീറ്റർ മാറിയാണ് ആ ഇമേജ് ഉണ്ടാകുന്നത്. അതായത് ഇമേജ് റെറ്റിനയിൽ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അതെങ്ങനെയാണ്? 3 സെന്റിമീറ്റർ ബിഹൈൻഡ് ദ ലെൻസ് ഓഫ് ദി ഐ. കണ്ണിന്റെ ലെൻസിന്റെ ബാക്ക് സൈഡിലായിട്ട് 3 സെന്റിമീറ്റർ മാറിയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അത് ഡിഫക്റ്റ് ആണല്ലോ. ഏതാണ് ഡിഫക്റ്റിന് പറയുന്ന പേര്? ലോങ് സൈറ്റ്നെസ് ആണല്ലേ, ലോങ് സൈറ്റ്നെസ് ആണ് അല്ലെ, ലോങ് സൈറ്റ്നെസ് ആണ് ഈ ഡിഫക്റ്റ്. വിച്ച് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് യൂസ്ഡ് ടു കറക്റ്റ് ദിസ് ഡിഫക്റ്റ്? ഏത് ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ്. ലോങ് സൈറ്റ്നെസിനെ കറക്റ്റ് ചെയ്യുന്ന കോൺവെക്സ് ലെൻസ് ആണ്. റൈറ്റ് എനി 2 റീസൺ ഫോർ ദിസ് ഡിഫക്റ്റ്. റീസൺ എന്താണ്? ഐബോളിന്റെ സൈസ് കേട്ടോ, ഐബോളിന്റെ സൈസ്, അതായത് സൈസ് ഓഫ് ഐബോൾ എങ്ങനെയായിരിക്കും? സ്മോൾ ആയിരിക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ്? പവർ ഓഫ് ലെൻസ് കേട്ടോ, ലെൻസിന്റെ പവർ എങ്ങനെയാണ്? ലെൻസിന്റെ പവറും എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ദാറ്റ് ഈസ് ദ റീസൺ. ആൻസർ കൊടുത്തിട്ടുണ്ട്. ലോങ് സൈറ്റ്നെസ് ആണ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാം. റീസൺ സൈസ് ഓഫ് ഐബോൾ സ്മോളർ ആണ്. അതുപോലെ തന്നെ ലെൻസിന്റെ പവർ എങ്ങനെയാണ്? കുറവായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ വാട്ട് കളർ ക്യാൻ ദ ഫോളോയിങ് കളേർഡ് ഒബ്ജക്ട്സ് ബി സീൻ ഇൻ വൈറ്റ് ലൈറ്റ് ത്രൂ ദ ഗിവൺ കളർ ഫിൽറ്റർ? അത് വൈറ്റ് ലൈറ്റിൽ കാണുന്ന കുറച്ച് ഒബ്ജക്റ്റുകളാണ് ഇത് കേട്ടോ. മജന്ത, ബ്ലൂ കേട്ടോ. അതാണ് ഒബ്ജക്റ്റ് ഒക്കെ വൈറ്റ് ലൈറ്റിൽ കാണുമ്പോൾ മജന്തയും ബ്ലൂ ആണ്. അത് ഈ കളർ ഫിൽറ്ററിൽ കൂടെ കടത്തി വിടുമ്പോൾ എങ്ങനെയായിരിക്കും കാണപ്പെടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മജന്ത എങ്ങനെയാണ്? ഗ്രീൻ ഫിൽറ്ററിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, മജന്ത എന്ന് പറഞ്ഞ എന്തിന്റെയൊക്കെ കോമ്പിനേഷൻ ആണ്? അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. മജന്ത എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിന്റെയൊക്കെ കോമ്പിനേഷൻ ആണ്? മജന്ത എന്ന് പറയുമ്പം എന്താണ്? ബ്ലൂവും റെഡും കൂടെ ചേർന്നാണ് അല്ലെ, ബ്ലൂവും റെഡും കൂടെ ചേർന്നാണ് മജന്ത എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്? അത് ഗ്രീൻ ഫിൽറ്ററിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്? മജന്ത എന്ന് പറഞ്ഞിരിക്കുമ്പോ എന്താണ്? ബ്ലൂവും റെഡും ആണല്ലോ, അതിൽ ഗ്രീൻ ഇല്ല. അപ്പൊ ഏത് കളറിൽ കാണപ്പെടും? അത് ഡാർക്ക് കളറിലായിരിക്കും കാണപ്പെടുന്നത് കേട്ടോ, ഡാർക്ക് കളറിലായിരിക്കും കാണപ്പെടുന്നത്. ഇനി ആ മജന്ത സിയാനിൽ കൂടെ കടത്തി വിടുക. സിയാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ബ്ലൂവും ഗ്രീനും ചേർന്നാണ് സിയാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അവിടെയുണ്ട്. അവിടെ എന്താണ്? മജന്ത എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബ്ലൂവും റെഡും ചേർന്നാണ്. അവിടെ ഇപ്പൊ എന്താണ്? കോമൺ ആയിട്ട് ബ്ലൂ ഉണ്ട് ഇല്ലേ, കോമൺ ആയിട്ട് ബ്ലൂ ഉണ്ട്. അപ്പം അത് ഏത് കളറിൽ കാണപ്പെടും? ബ്ലൂ കളറിലായിരിക്കും കാണപ്പെടുന്നത്. ഇനി ബ്ലൂ ഒബ്ജക്റ്റ് ഗ്രീൻ ഫിൽറ്ററിലൂടെ കടന്നു പോകുന്നു. ബ്ലൂ ഒബ്ജക്റ്റ് ഗ്രീൻ ഫിൽറ്ററിലൂടെ കടന്നു പോയാൽ എന്താ സംഭവിക്കുന്നത്? അത് ഡാർക്ക് കളറിലായിരിക്കും കാണപ്പെടുന്നത്. ഇനി ബ്ലൂ കളറുള്ള ഒബ്ജക്റ്റ് സിയാനിൽ എന്തുണ്ട്? ബ്ലൂ ഉണ്ട് ഇല്ലേ, സിയാനിൽ ബ്ലൂ ഉണ്ട് ഇല്ലേ. അപ്പൊ എന്താണ്? അത് ബ്ലൂ കളറിൽ തന്നെയായിരിക്കും കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദി ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് 20 സെന്റിമീറ്റർ. An object is placed in front of it. A real and inverted image of the same size as the object is formed. How far is the object from the lens? ഒരു കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്, മനസ്സിലാക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഒരു ഒബ്ജക്റ്റ്, അപ്പൊ ജസ്റ്റ് നിങ്ങൾ റഫായിട്ട് റേ ഡയഗ്രം ഒന്ന് വരച്ച് നോക്കുക കേട്ടോ. ഇവിടെ എഫ് വരും, ഇവിടെ 2F വരും അല്ലേ. അപ്പൊ എന്താണ്? ഒരു ഒബ്ജക്റ്റ് അവിടെ ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് സെയിം സൈസിൽ ഉണ്ടാവുന്നത് പറയുന്നത്, സെയിം സൈസിലാണ് ഉണ്ടാകുന്നത്. അപ്പം റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് സെയിം സൈസിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, സെയിം സൈസിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് എവിടെയായിരിക്കും ഇരിക്കുന്നത്? ഓർത്തോ അല്ലേ? 2Fൽ ഇരുന്നാലാണ് സെയിം സൈസിൽ. ഇവിടെ എഫ് വരും, 2Fൽ തന്നെ ആയിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. സെയിം സൈസിൽ തന്നെ ആയിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്. അപ്പം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലെൻസിൽ നിന്നും എത്ര അകലത്തിലാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ തന്നിട്ടുണ്ട്, ഫോക്കൽ ലെന്ത് തന്നിട്ടുണ്ട് ഇല്ലേ. ഫോക്കൽ ലെന്ത് ഇത് തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ്? 20 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ നോക്കിയേ, 2Fലേക്കുള്ള ദൂരം നോക്കിച്ചാൽ മതി. അപ്പൊ എത്ര വരും? അടുത്ത 20 കൂടെ വരികയല്ലേ. അപ്പൊ ടോട്ടൽ എത്രയാണ്? 40 സെന്റിമീറ്റർ ആണ് വരുന്നത് അല്ലേ. പക്ഷെ അതാണ് ഒബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് അല്ലെ, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെയാണ്? നെഗറ്റീവ് വാല്യൂ വരും. അപ്പൊ -40 സെന്റിമീറ്റർ ആയിരിക്കും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. മനസ്സിലായല്ലോ. അപ്പം റഫായിട്ട് നിങ്ങൾ ഇങ്ങനെ ഡയഗ്രം ഒക്കെ ഒന്ന് വരച്ച് നോക്കുക കേട്ടോ. അപ്പൊ ഓരോ പൊസിഷൻ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ് ആ ഇമേജ് ഉണ്ടാകുന്ന, ആ ഇമേജിന്റെ നേച്ചർ എങ്ങനെയാന്നൊക്കെ അതും മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇറ്റ് ഈസ് പോസിബിൾ ടു ഫോം ദിസ് ഇമേജ് ഈസ് ഓൺ ദ സ്ക്രീൻ. ഇമേജ് സ്ക്രീനിൽ കിട്ടുമോ? വൈയും ചോദിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ കിട്ടുമോ? കിട്ടുമല്ലോ. കാരണം അതാണ് ഇത് റിയൽ ഇമേജ് അല്ലേ.
റിയൽ ഇമേജ് ആണ്. അതിന് കാരണം എന്താണ്? നമുക്ക് എന്ത് പറയാം? യെസ് എന്ന് പറയാം. യെസ് ബിക്കോസ് എന്താണ്? യെസ് ബിക്കോസ് എന്ത് പറയാം? ദ ഇമേജ് ഈസ് റിയൽ അല്ലേ? ബിക്കോസ് ദ ഇമേജ് ഈസ് റിയൽ. റിയൽ ഇമേജ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അത് സ്ക്രീനിൽ കിട്ടും. ദെൻ അടുത്ത എന്താണ്? കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? മാഗ്നിഫിക്കേഷൻ എത്രയായിരിക്കും വരുന്നത്? ദാ ഒബ്ജക്ട് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും നമുക്കറിയാം അല്ല. ഒബ്ജക്ട് ഡിസ്റ്റൻസ് എത്രയാണ്? യു എന്ന് പറഞ്ഞിരിക്കുന്നത് -40 ആണ്. ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാമല്ലോ. ദാ ഇവിടെ അല്ലേ വന്നിരിക്കുന്നത്? 2f തന്നെയല്ലേ വരുന്നത്. അപ്പൊ എത്രയാണ്? ഇമേജ് ഡിസ്റ്റൻസ് 40 വരും. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? v/u അല്ലേ മാഗ്നിഫിക്കേഷൻ. അപ്പൊ എത്ര വരും? v എത്രയാണ്? 40 ആണ്. u എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? -40 ആണ് അല്ലെ? അപ്പൊ എത്രയാണ് വരുന്നത്? -1 അല്ലെ? അല്ലെങ്കിൽ നമുക്കറിയാം സെയിം സൈസ് ആണ് അല്ലെ? നമ്മൾ പഠിച്ചതാണ് അല്ലെ? സെയിം സൈസ് ആണ് വരുന്നത് എങ്ങനെയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എങ്ങനെയായിരിക്കും? 1 ആയിരിക്കും വരുന്നത്. ക്ലിയർ ആണെന്നുള്ള പറഞ്ഞാൽ അത് റിയൽ ഇമേജ് ആവുകയാണെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പം ദാറ്റ് ഈസ് എ മാഗ്നിഫിക്കേഷൻ ഈസ് -1. Next question, a student who was having difficulty reading the letters written on the board went to the doctor and was prescribed a lens with a power of -2D. ഒരു കുട്ടിക്ക് ബോർഡിൽ എഴുതുന്ന കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഡോക്ടറെ കണ്ടു. ഡോക്ടർ എങ്ങനെയാണ് ലെൻസ് പ്രിസ്ക്രൈബ് ചെയ്തു. അതിന്റെ പവർ എത്രയാണ്? -2D ആണ്. വാട്ട് കൈൻഡ് ഓഫ് ലെൻസ് ഈസ് ദിസ്? ഏതരത്തിലുള്ള ലെൻസ് ആണ്? പവർ മൈനസ് വാല്യൂ വന്നു അല്ലെ? പവർ മൈനസ് വാല്യൂ വരുവാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള ലെൻസ് ആണ്? കോൺകേവ് ലെൻസ് ആണ് അല്ലെ? കോൺകേവ് കേട്ടോ, കോൺകേവ് ലെൻസ് ആണ്. പവർ മൈനസ് വാല്യൂ വരുവാണെങ്കിൽ കോൺകേവ് ലെൻസ് ആയിരിക്കും. വാട്ട് ഇസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ്? ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ പവർ തന്നിട്ടുണ്ട്. പവർ -2D എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം പവർ P = 1/f എന്നാണ് ഇക്വേഷൻ. അതിൽ f എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 1/p വരും ഇല്ലേ? 1/p വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/-2 ഇല്ലേ? അപ്പൊ എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.5 വരും അല്ലെ? അപ്പൊ -0.5 മീറ്റർ. ഫോക്കൽ എന്ന് വരുമ്പോൾ മീറ്റർ. ഡയോപ്റ്ററിലെല്ലാം വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്? 0.5 മീറ്റർ ആയിരിക്കും അതിന്റെ ഫോക്കൽ ലെങ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. When a child standing between two opposite hills clapped his hands, an echo was heard from one hill after 0.4 seconds and from the second hill after 0.6 seconds. What is the distance between the hills? ഒരു കുട്ടി എന്താണ്? രണ്ട് ഹിൽസിന്റെ ഇടയിൽ നിൽക്കുകയാണ്. ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. ക്ലാപ്പ് ചെയ്യുമ്പോൾ എന്താണ്? കുട്ടി ഇവിടെയാണ് നിൽക്കുന്നുണ്ട്. ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. എക്കോ കേൾക്കുന്നുണ്ട്. അപ്പം ഒരു ഹില്ലിൽ നിന്നും കേൾക്കുന്ന എക്കോ എത്രയാണ്? 0.5. സപ്പോസ് ഇതാണെന്നുണ്ടെങ്കിൽ 0.4 സെക്കൻഡ്. ഇതിൽ നിന്ന് എങ്ങനെയാണെങ്കിലും 0.6 സെക്കൻഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഹില്ല്, ഈ ഹില്ലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാണ് സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്? 350 മീറ്റർ/സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഹില്ലിൽ നിന്നും കേൾക്കുന്ന എക്കോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എക്കോ കേട്ടോ, എക്കോ 1 എന്ന് എഴുതാം. അത് എത്രയാണ്? 0.4 സെക്കൻഡ് ഇല്ലേ? അതുപോലെ തന്നെ രണ്ടാമത്തെ ഹില്ലിന്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ എത്രയാണ് എക്കോ കേൾക്കുന്നത്? 0.6 സെക്കൻഡ് കേട്ടോ. അതാണ് എക്കോ എന്ന് പറഞ്ഞത്. 1 2 എന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ ഹില്ലിന്റെ കേസിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം എന്താണ്? ഡിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ v = 2D/t എന്നാണ് വരുന്നത്. അപ്പം ഡിസ്റ്റൻസ് എങ്ങനെയാണ് വരുന്നത്? vt/2 എന്ന് വരും. എക്കോയുടെ കേസിൽ ഡിസ്റ്റൻസ് വരുമ്പോൾ vt/2 ആണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഹില്ലിന്റെ കേസിലുള്ള ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം, സെക്കൻഡ് ഹില്ലിന്റെ കേസിലുള്ള ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് ഹില്ലിന്റെ ഡിസ്റ്റൻസിനെ ഞാൻ d1 എന്ന് കൊടുക്കുവാണ്. അപ്പൊ വെലോസിറ്റി, അപ്പൊ സ്പീഡ് അവിടെ സെയിം ആണ് അല്ലേ? അപ്പൊ എങ്ങനെയാണ്? v × ടൈം t1 / 2 എന്ന് വരും. v പറഞ്ഞിരിക്കുന്നത് 350 ആണ്. ഫസ്റ്റ് ഹില്ലിന്റെ കേസിലെ എക്കോ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയം എത്രയാണ്? 0.4 ആണ് അല്ലെ? 0.4 / 2 എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 140 വരും കേട്ടോ. 140 / 2 എന്ന് വരും. അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തെടുക്കുക കേട്ടോ. ആൻസർ 70 മീറ്റർ എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് കേസിൽ d2 = v × t2/2 എന്ന് ചെയ്യുക. v 350 ആണ്. സമയം 0.6 ആണ് /2. ഓക്കെ ആണല്ലോ? അപ്പൊ അത് വരുന്നത് 210 / 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 105 കേട്ടോ. 105 മീറ്റർ എന്ന് വരും. അപ്പം ഈ 0.4 സെക്കൻഡിൽ കേൾക്കുന്ന എക്കോ ഉണ്ടല്ലോ. അപ്പം അതിന്റെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 70 ആണ്. മറ്റേതെന്ന് വെച്ചാൽ 105 ആണ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? therefore ടോട്ടൽ അല്ലെ? ടോട്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹിൽ എന്ന് പറയാം അല്ലെ? ബിറ്റ്വീൻ ഹിൽ എന്ത് ചെയ്ത് വെച്ചാൽ മതി? ആഡ് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. 70 + 105 ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരും? 175 മീറ്റർ എന്ന ആൻസർ വരും. 175 മീറ്റർ ആണ് ആ ഹിൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്.
Next question. A force of 5 Newton is applied to the effort arm of a second loader lever. The effort arm is 10 centimeter long and the load arm is 4 centimeter long. അപ്പൊ ഇവിടെ ഓർക്കേണ്ട കാര്യം നമ്മൾ സെക്കൻഡ് ഓർഡർ ലിവർ ആണ്. സെക്കൻഡ് ഓർഡർ ലിവറിന്റെ പ്രത്യേകത എങ്ങനെയാണ് വരുന്നത്? ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? എഫേർട്ടിനും അതുപോലെ തന്നെ ഫൽക്രത്തിന്റെ ഇടയിലായിരിക്കും വരുന്നത്. ലോഡ് ഇതാണ്, ഫൽക്രം ഇവിടെ അല്ലെ, ഫൽക്രത്തിന്റെ എഫേർട്ടിന്റെ ഇടയിലായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ലോഡ് വരുന്നത്. അപ്പൊ ഒരു 5 ന്യൂട്ടൺ ലോഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എഫേർട്ട് ആം എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോഡ് ആം എന്ന് പറഞ്ഞിരിക്കുന്നത് 4 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതുക കേട്ടോ. എഫേർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് 5 ന്യൂട്ടൺ ആണ്. എഫേർട്ട് ആം അല്ലെ, എഫേർട്ട് ആം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 10 സെന്റിമീറ്റർ ആണ്. ലോഡ് ആം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് കണ്ടുപിടിക്കുന്നത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? എഫേർട്ട് ആം അല്ലെ, എഫേർട്ട് ആം ഡിവൈഡ് ബൈ ലോഡ് ആം ആണ് വരുന്നത് ഇല്ല. അപ്പൊ എത്രയാണ് വരുന്നത്? എഫേർട്ട് ആം എന്ന് പറഞ്ഞാൽ 10 ആണ്, ലോഡ് ആം എന്ന് വെച്ചാൽ 4 ആണ് വരുന്നത്. അപ്പൊ 10/4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5. അപ്പൊ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്ര കിട്ടി? 2.5 എന്ന് കിട്ടി. ഇനി അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫോഴ്സ് ഓഫ് 8 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ്. കാൽക്കുലേറ്റ് ദ ലോഡ് ലിഫ്റ്റഡ് ബൈ ദ ലിവർ. 8 ന്യൂട്ടൺ നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. 8 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുമ്പോൾ ആ ലിവർ എന്തുമാത്രം ലോഡ് അവിടെ ലിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായല്ല പറഞ്ഞത്? അപ്പൊ ഇതാ നോക്കുക, നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാമല്ല. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ലോഡ് ബൈ എഫേർട്ട് എന്നാണല്ലോ വരുന്നത്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ലോഡല്ല കണ്ടുപിടിക്കണം. അപ്പൊ ലോഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ലോഡ് ഈസ് ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻറ്റു എഫേർട്ട് നമുക്ക് എഴുതാമല്ലോ. അപ്പൊ എത്രയാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? 2.5 കിട്ടി. എഫേർട്ട് ഇവിടെ എത്രയാണ് പറഞ്ഞിട്ടുണ്ട്? 8 ന്യൂട്ടൺ അല്ലെ, 8 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ എത്ര കിട്ടും? 200 ന്യൂട്ടൺ ആണ് ആൻസർ വരുന്നത്. Then C part എന്താണ്? റൈറ്റ് ദ എക്സാമ്പിൾ ഓഫ് എ സെക്കൻഡ് ഓർഡർ ലിവർ. സെക്കൻഡ് ഓർഡർ ലിവറിന് എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വീൽ ബാരോ അല്ലേ, നമ്മൾ 3-4 പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ വീൽ ബാരോ വരാം, പിന്നെന്താണ് നട്ട് ക്രാക്കർ അല്ലേ, നട്ട് ക്രാക്കർ വരാം, പിന്നെന്താണ് ബോട്ടിൽ ഓപ്പണർ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ 2 എഴുതാം. വീൽ ബാരോ, നട്ട് ക്രാക്കറും എന്താണ് സെക്കൻഡ് ഓർഡർ ലിവറിന് എക്സാമ്പിൾ ആണ്. Then next one, which order of liver is scissors? Scissors ഏത് ഓർഡർ ലിവർ വരുന്നതാണ്? scissors എന്ന് പറഞ്ഞിരിക്കുന്നത് scissors ഫസ്റ്റ് ഓർഡർ ലിവർ ആണ് അല്ലെ, ഫസ്റ്റ് ഓർഡർ ലിവർ ആണ് scissors എന്ന് പറഞ്ഞിരിക്കുന്നത്. Then is the mechanical advantage of scissors always same? Justify your answer. ഫസ്റ്റ് ഓർഡർ ലിവറിന്റെ കേസിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് സെയിം ആയിരിക്കോ? ഇല്ല. ലെസ് ദാൻ 1 വരാം, ഗ്രേറ്റർ ദാൻ 1 വരാം, 1ഉം വരാം ഇല്ല. അപ്പൊ എങ്ങനെയാണ്? സെയിം ആയിരിക്കോ? നോ അല്ലെ, നോ എന്ന് പറയാം. അതിന്റെ റീസൺ എന്താണ്? ജസ്റ്റിഫിക്കേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെങ്ത് ഓഫ് ദ ലോഡ് ആം എങ്ങനെയാണ്? ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഇല്ല. സിസർ യൂസ് ചെയ്യുന്നതനുസരിച്ച് ലോഡ് ആമിന്റെ ലെങ്ത് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയാണ്? വേരി ചെയ്യും. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെയിം അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ലെങ്ത് ഓഫ് ദ ലോഡ് ആം വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ യൂസ് ഓഫ് ദി സിസേഴ്സ്. അക്കോർഡിംഗ്ലി ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ദ സിസേഴ്സ് വേരീസ്. The next question നോക്കുക. The electromagnetic spectrum is given. Electromagnetic spectrum ആണ് തന്നിരിക്കുന്നത്. വിബ്ജിയർ ആണ്. P യും Q രണ്ട് സൈഡിലെ റേസ് ആണ് കേട്ടോ. Identify and write down the types of radiation P and Q. അത് വിസിബിൾ ലൈറ്റ് ആണ് വിബ്ജിയർ എന്ന് പറയുന്നത്. വിബ്ജിയറിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്ന ഏതൊക്കെയാണ്? P എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? P is the ultraviolet. ഇത് ഏതാണ്? ultraviolet ആണ് കേട്ടോ. ultraviolet ആണ് ഇത്. Q എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? Q is infrared അല്ലേ. Q എന്ന് പറഞ്ഞിരിക്കുന്നത് infrared ആണ്. Which of these radiations has the higher frequency? ഏതിനാണ് higher frequency? P എന്ന് പറഞ്ഞിരിക്കുന്നത് അൾട്രാവയലറ്റിനാണ് കേട്ടോ ഹയർ ഫ്രീക്വൻസി. അൾട്രാവയലറ്റിനാണ് ഹയർ ഫ്രീക്വൻസി വരുന്നത്. സ്റ്റേറ്റ് 1 യൂസ് ഓഫ് റേഡിയേഷൻ P. റേഡിയേഷൻ P എന്ന് വെച്ചാൽ ഇൻഫ്രാറെഡ് ആണല്ലോ. അതിന്റെ യൂസ് എന്താണ്? പ്രൊഡ്യൂസ് വിറ്റമിൻ ഡി ഇല്ലേ, നമുക്കറിയാം ഇല്ലേ, പ്രൊഡ്യൂസ് വിറ്റമിൻ ഡി ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ആരാണ്? ഇൻഫ്രാറെഡ് റേസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അനലൈസ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ഗിവൺ ബിലോ. പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതാ നോക്കുക, ഒരു കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ. കംപ്ലീറ്റ് ദ ഡയഗ്രം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡയഗ്രം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ? നിങ്ങൾ കൃത്യമായിട്ട് സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കോട്ടോ. ഓരോ ഇവിടെ വന്ന് വീടും. ഈ ആരോ മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ആഫ്റ്റർ റിഫ്ലക്ഷൻ എങ്ങനെയാണ്? ഒന്ന് ഫോക്കസിൽ കൂടെ ഇങ്ങനെ കടന്നു പോകും അല്ലെ. ഒരെണ്ണം എങ്ങനെയാണ്? ഇതാ ഒപ്റ്റിക് സെൻട്രി കൂടെ ഇല്ല, ഒരെണ്ണം ഇങ്ങനെ ഒപ്റ്റിക് സെൻട്രി കൂടെ കറക്റ്റ് ആയിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കണം, കടന്നു പോകും. ദെൻ ഇൻ ബിറ്റ്വീൻ കേട്ടോ കറക്റ്റ് ആയിട്ട് നിങ്ങൾ വരയ്ക്കണം. ഇൻ ബിറ്റ്വീൻ ഇവിടെ ഇമേജ് ഉണ്ടാവും. IM എന്ന് പറഞ്ഞിരിക്കുന്ന ഇമേജ് ആയിട്ട് നമ്മൾ എടുക്കുക. OB ആണ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. ഡയഗ്രം കംപ്ലീറ്റ് ചെയ്ത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ആരോ മാർക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആരോ മാർക്ക് കൃത്യമായിട്ട് വരച്ചിരിക്കണം.
Then calculate the distance of the image. ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. യു എന്ന് പറഞ്ഞിരിക്കുന്നത് 30 സെന്റിമീറ്റർ ആണ്. അതെങ്ങനെയാണ്? സൈൻ കൺവെൻഷൻ റൂൾ അനുസരിച്ചിട്ട് -30 വരും. ക്ലിയർ ആയല്ലോ? പിന്നെ എന്താണ് ഫോക്കൽ ലെന്ത് ഉണ്ടല്ലോ. ഫോക്കൽ ലെന്ത് ഇവിടെ 10 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ഫോക്കൽ ലെന്ത് കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് പോസിറ്റീവ് ആണ് വരുന്നത്. ഫോക്കൽ ലെന്ത് 10 സെന്റിമീറ്റർ. നമുക്ക് എന്താണ് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസ് വി ആണല്ലോ കണ്ടുപിടിക്കണം. അപ്പൊ വി കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? വി ഈസ് ഈക്വൽ ടു UF ഡിവൈഡഡ് ബൈ U പ്ലസ് എഫ് ആണ് കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -30 ആണ്. എഫ് 10 ആണ് വരുന്നത്. -30 പ്ലസ് 10 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -300 ഡിവൈഡഡ് ബൈ എത്രയാണ്? -20 വരും. ക്യാൻസൽ ചെയ്യാം. ഇതൊക്കെ പോയിട്ട് എത്രയാണ്? 15 വരും. ഓക്കെ ആണല്ലോ. 2 മൈനസും ക്യാൻസൽ ആയിട്ട് പോയിട്ട് പിന്നെ എത്രയാണ് വരുന്നത്? പ്ലസ് വരും. പ്ലസ് 15 സെന്റിമീറ്റർ. അതായത് ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? വി എത്ര വന്നു? 15 സെന്റിമീറ്റർ എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ഇനി മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബി പാർട്ടാണ്. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എം ഈസ് ഈക്വൽ ടു ഒന്നെങ്കിൽ HI/HO ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു V/U. ഇവിടെ HIയും HOയും തന്നിട്ടില്ല. അപ്പം V/U വെച്ച് ചെയ്യാലോ. വി നമുക്ക് ഇവിടെ 15 കിട്ടി. യു എന്ന് പറഞ്ഞിരിക്കുന്നത് -30 ആണ് അല്ലെ? അപ്പൊ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 2 വരും. -1/2 എന്ന് വരും. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എത്ര വരും? -0.5 എന്ന് വരും മാഗ്നിഫിക്കേഷൻ. മനസ്സിലായല്ലോ? പിന്നെ അടുത്ത എന്താണ്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് 4 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡി പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. HI എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം. മാഗ്നിഫിക്കേഷൻ അനുസരിച്ച് കണ്ടുപിടിക്കാമല്ലോ. എം ഈസ് ഈക്വൽ ടു HI/HO ആണ്. ദെൻ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണ്. അതായത് HO എന്ന് പറഞ്ഞിരിക്കുകയാണ് HI/M വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. HI എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? -4 വരും ഇല്ലേ? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ്. ഇമേജ് താഴെ വരുമല്ലോ. അപ്പൊ -4 വരും. -4 ഡിവൈഡഡ് ബൈ എം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? -0.5 എന്നുമാണ് വരുന്നത്. അപ്പം മൈനസും പോയിട്ട് 4/0.5 എന്ന് വരും ഇല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 എന്ന് ആൻസർ വരും കേട്ടോ. 8 സെന്റിമീറ്റർ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ് വരുന്നത്. അപ്പൊ ഇത് ആൻസറിലേക്ക് എത്തുന്നതിന് മുന്നേ നിങ്ങൾ റേ ഡയഗ്രം കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവിടെ ഇമേജ് ഹൈറ്റ് കുറവാണ്. അപ്പൊ ഇമേജ് ഹൈറ്റിനേക്കാളും കൂടിയ ഒരു ഹൈറ്റ് ആയിരിക്കണം ഒബ്ജക്റ്റിന് ഇവിടെ കിട്ടേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ഇത് പോസിറ്റീവ് വാല്യൂവും കിട്ടണം കേട്ടോ. അത് ആ ഒരു അറിവോട് കൂടി വേണം നിങ്ങൾ പ്രോബ്ലം ചെയ്യാവുള്ളൂ. ഇപ്പൊ ഇൻ കേസ് മൈനസ് ഒക്കെ ഇട്ട് പോയി കഴിഞ്ഞാലും അത് തെറ്റിപ്പോവും ആൻസർ കേട്ടോ. നമ്മൾക്കിപ്പോ ചിലപ്പോൾ ഇവിടെ ഒരു മൈനസ് അതൊക്കെ ആൻസർ ചെയ്ത് കളയാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ -18 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ ആൻസർ തെറ്റിപ്പോ. അപ്പം ഈ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ റേ ഡയഗ്രത്തിന്റെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എങ്ങനെ വന്നാലും പോസിറ്റീവേ വരത്തുള്ളൂ. ആ ഒരു ഐഡിയയിലൊക്കെ വേണം നിങ്ങൾ പ്രോബ്ലം ചെയ്യാവുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു 15 ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്നുകിൽ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഇതേ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാം കേട്ടോ. അതായത് വാല്യൂസ് ഒക്കെ മാറ്റിയൊക്കെ തരാം. അപ്പൊ എന്തായാലും ഈ 15 ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എല്ലാവരും പഠിക്കുക, എഴുതി വരച്ചും ഒക്കെ തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു.